നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. വളരെ നല്ല ഒരു മെത്തേഡാണ്. വളരെ തിയററ്റിക്കലി സൗണ്ടായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേര് മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എന്നാണ്. മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ നമ്മൾ നോക്കുന്നത് വരെയുള്ള നമ്മുടെ 9:30 നമ്മുടെ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ആ സമയം വരെയുള്ള ഏറ്റവും കൂടുതൽ ഡിമാൻഡോ സപ്ലൈയോ ഉള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഉള്ള സ്റ്റോക്കുകൾക്ക് ആണ് കൂടുതൽ മൂവ്മെൻറ്റ്, ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്. അത്തരം സ്റ്റോക്കുകൾ നമ്മൾ സക്സസ് റേഷ്യോ കൂടുതലായിരിക്കും, പോരാത്തതുകൊണ്ട് പ്രോഫിറ്റ് പൊട്ടൻഷ്യലും വലുതായിരിക്കും. അത്തരം സ്റ്റോക്കുകളിൽ അന്ന് എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ ഏണിംഗ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഷെയറിനെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടാവും. ഇതൊരു പ്രോബബിലിറ്റിയാണ്. അറിയാമല്ലോ, പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യേണ്ടത്. ഹയസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹയസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള സ്റ്റോക്കിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ പേര് ടോപ്പ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എന്നാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത് NSE ഇന്ത്യയുടെ വെബ്സൈറ്റാണ്, nse.india.com. ഇതിൽ നമുക്ക് മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്ക് അതുവരെയുള്ള അല്ലെങ്കിൽ ആ ദിവസത്തെ സെക്യൂരിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, മാർക്കറ്റ് ക്ലോസറാണ്. ഞാൻ എന്നാലും പറയുന്നതാണ്, ഇത് നോർമൽ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് നമ്മൾ എടുക്കാനായിട്ട് NSEയുടെ ഹോം പേജിൽ കയറിയിട്ട് ഇവിടെ ലൈവ് മാർക്കറ്റുണ്ട്. ലൈവ് മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. അതിൽ മൂന്നാമത്തെ ലൈവ് അനാലിസിസ് എന്നുള്ള സെക്ഷനിൽ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് ഓർ കോൺട്രാക്ട്സ് ഉണ്ടാവും. ഇതാണ് മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് ഓർ കോൺട്രാക്ട്സ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കോളമായിരിക്കും കിട്ടുന്നത്. ആദ്യം മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുവരെ, അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുന്നതാണ്. 9:30 നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ബഫർ പീരീഡായിട്ട് കൊടുക്കണം, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആവാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ ഈ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് എടുക്കേണ്ടത്. ഈ ടേബിളിൽ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് ബൈ വാല്യൂ ഉണ്ട്, വോള്യൂം ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വോള്യൂം ട്രേഡ് ചെയ്തതും ഏറ്റവും കൂടുതൽ വാല്യൂ ട്രേഡ് ചെയ്തതും ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ കിടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ വാല്യൂ ഉണ്ട്, ട്രേഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ സോർട്ട് ചെയ്തതാണ് മോസ്റ്റ് ആക്റ്റീവ് വോള്യൂം എന്ന് പറയുന്നത്. വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തതാണ് മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വാല്യൂ ടോപ്പിൽ നിന്ന് താഴേക്ക് പോകും. നമ്മളെപ്പോഴും വോള്യത്തിനേക്കാളും നല്ലത് മോസ്റ്റ് ആക്റ്റീവ് ബൈ വാല്യൂ സെലക്ട് ചെയ്യുന്നതാണ്. കാരണം അതിനാണ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസ സ്റ്റോക്കിൽ നിന്ന് പോകുന്നത്, പുറത്തേക്ക് പോകുന്നത്. ആ സ്റ്റോക്കുകളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതിന് ആ സ്റ്റോക്കുകളാണ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം അതിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിരിക്കാം. പിന്നെ ഇതിലൊരു റിസ്ക് ഫാക്ടർ ഉള്ളത്, നമ്മൾ 9:30 നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണുന്ന പോലെ എസ് ബാങ്ക് ആണെന്ന് വിചാരിക്കുക. എസ് ബാങ്കിൻ്റെ മോസ്റ്റ് ആക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.40,585 അതിന് താഴെ 81. അങ്ങനെ കുറഞ്ഞു പോകുന്നതായിരിക്കും. അത്രയും ലക്ഷമാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ എസ് ബാങ്ക് തന്നെ രാവിലെ ഡിമാൻഡ് കൂടുതലുണ്ട് എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് വൈകുന്നേരം വരെ ഈ ഒരു സ്റ്റോക്കിൽ ആ ന്യൂസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. വൈകുന്നേരം വരെ ഇതിൻ്റെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന അസംഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ നിലനിന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ട്രേഡിംഗ് നടത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബൈയാണ് ചെയ്തതെങ്കിൽ അത് താഴേക്ക് പോകും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെല്ലാണ് ചെയ്തതെങ്കിൽ മുകളിലേക്ക് ബൈയിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 9:30 ആകുമ്പോൾ ഈ ടേബിളിൽ യെസ് ബാങ്ക് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അറിയേണ്ടത്, ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഏറ്റവും കൂടുതൽ
വിലയിൽ ട്രാൻസാക്ഷൻ യെസ് ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ഈ ട്രാൻസാക്ഷൻ നടന്നെന്ന് മനസ്സിലായി, സപ്ലൈയോ ഡിമാൻഡോ എന്തോ ഇതിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൽ സപ്ലൈ ആണോ ഡിമാൻഡാണോ, അതാണോ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനായിട്ട് നമ്മൾ യെസ് ബാങ്കിൽ ക്ലിക്ക് ചെയ്യണം. യെസ് ബാങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് ബാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ കറണ്ട് പ്രൈസ് ഉണ്ട്, പ്രീവിയസ് ക്ലോസ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ക്ലോസ് ഉണ്ട്, മറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ കിടക്കുന്ന കോളത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇതിലെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ പ്രൈസ് എത്രയാണെന്ന് നോക്കണം. അതായത് ഇന്ന് രാവിലെ 9:15 ഏത് വിലയിലാണ്, അല്ലെങ്കിൽ 9 മണിക്ക് പ്രീ ഓപ്പൺ സെക്ഷനിൽ ഏത് വിലയിലാണ് ഈ സ്റ്റോക്ക് ഓപ്പൺ ആയത്. ആ ഓപ്പൺ ആയത് മുതൽ 9:30 വരെയാണല്ലോ നമ്മുടെ സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡിന് ആൾക്കാർ വാങ്ങിച്ചത് അല്ലെങ്കിൽ വിറ്റത്. ആ പ്രൈസ് നമ്മൾ നോക്കണം. ഇതിൻ്റെ പ്രൈസ് എഴുതിയിരിക്കുന്നത് 172 രൂപ 70 പൈസയാണ്. ഇപ്പോഴത്തെ വില എഴുതിയിരിക്കുന്നത് 179 രൂപ 70 പൈസയാണ്. അതിനർത്ഥം 172 രൂപയിൽ തുടങ്ങിയ സ്റ്റോക്ക് 179 രൂപയിൽ എത്തി നിൽക്കുന്നു ഡിമാൻഡ് കൂടുതലായപ്പോൾ. അതായത് ഓപ്പൺ പ്രൈസിൽ നിന്ന് കൂടുതലാണ് വില ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് വന്നതെല്ലാം വാങ്ങിയവരുടെ ഡിമാൻഡാണ്. അപ്പോൾ ഡിമാൻഡാണ് വന്നത് എന്ന് മനസ്സിലാക്കാം. മറിച്ച് ഈ ഓപ്പൺ പ്രൈസിന് താഴെയാണ് വില പോയിരുന്നതെങ്കിൽ ഇത്രയും ക്യാഷിങ് ട്രാൻസാക്ഷൻ നടന്ന ആ സ്റ്റോക്ക് വില ഇടിയുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നല്ല ഇതല്ല. അപ്പോൾ നമ്മൾ വില ഇടിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യണം ആ പ്രൈസിൽ. കാരണം കണ്ടിന്യൂസ് ചെയ്ത് വൈകുന്നേരം വരെ ആ ഒരു സപ്ലൈ ഉണ്ടാവും. അങ്ങനെ വില ഇടിഞ്ഞിടിഞ്ഞ് തന്നെ പോകുമെന്നാണ് നമ്മുടെ അസംഷൻ. മുകളിലാണ് ഇപ്പോൾ വില നിൽക്കുന്നതുകൊണ്ട് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്യും, നമ്മൾ ബൈ ചെയ്യണം. അതായത് ഓപ്പൺ പ്രൈസിന് മുകളിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്, അതിൽ ഒരുപാട് ഡിമാൻഡും ഉണ്ട്. ഈ ഡിമാൻഡ് വൈകുന്നേരം വരെ ഇങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ കാൽക്കുലേഷനാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ യെസ് ബാങ്ക് തന്നെ ആവണം എന്നില്ല. നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോഴും ഈ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്നത്, ഈ ലിസ്റ്റിൽ യെസ് ബാങ്ക് തന്നെ ഇതിപ്പോൾ വൈകുന്നേരം ക്ലോസ് ചെയ്തതിന് ശേഷമുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. യെസ് ബാങ്ക് തന്നെ ആവണമെന്നില്ല. ഈ രാവിലെ നമ്മൾ നോക്കുമ്പോഴും ഈ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിട്ടുണ്ടാവുക. അത്തരം കേസസിൽ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ഒരു പ്രോബ്ലം വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അതായത് ഏതെങ്കിലും അത് ന്യൂട്രലായിട്ടുള്ള മിക്കവാറും അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിലും കാര്യമായ വ്യത്യാസം രാവിലെ ഉണ്ടാവില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു വലിയ ന്യൂസ് ഒരു സ്റ്റോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് രാവിലെ അങ്ങനെ ഉണ്ടാവും, വൈകുന്നേരം അങ്ങനെ തന്നെ ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ അത്തരം ദിവസം ടാർഗറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും യെസ് ബാങ്ക് നമ്മൾ ബൈ ചെയ്യണം. ബൈ ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പൺ പ്രൈസിൻ്റെ തൊട്ട് താഴെ വയ്ക്കണം. അതായത് അതാണ് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ടുള്ള ഒരു നമ്മുടെ ബാരിയർ. അതിന് മുകളിൽ പോയി ഡിമാൻഡ് വന്നു. ഇനി ഡിമാൻഡ് കുറയുന്നത് എവിടെയാണോ, കുറയുന്ന സമയത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ആ ഡിമാൻഡ് ഇല്ലാതാകുന്ന സമയത്ത് അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അപ്പോൾ ആ ഡിമാൻഡ് ഇല്ലാതാവുക, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട്, അത് ഡിമാൻഡ് മാറി സപ്ലൈ ആയി വരുമ്പോൾ, അതായത് സെല്ലിങ് കൂടുതൽ നടക്കുമ്പോഴത്തേക്കും ഈ ഓപ്പൺ പ്രൈസിൽ നിന്ന് ഉറപ്പായിട്ടും അത് താഴെ പോകും. അത് താഴെ പോകാത്തിടത്തോളം കാലം അത് ഡിമാൻഡ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഓപ്പൺ പ്രൈസിൻ്റെ താഴെ, അതായത് 172.0 എന്നുള്ളതിന് പകരം 172.65 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ടാർഗറ്റ് ഞാൻ വയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം പല ദിവസങ്ങളിലും വളരെ നല്ല ന്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പല സ്റ്റോക്കുകളും ഒരുപാട് മൂവ് ചെയ്യാറുണ്ട്. 20-25% വരെ എനിക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻഡബിൾ ഹൗസിംഗ് ഫിനാൻസിലെല്ലാം 40 ഞാൻ 20% വാങ്ങിച്ചത് രാവിലെ വാങ്ങിയ സ്റ്റോക്കുകൾ 45% വരെ വിറ്റിട്ടുണ്ട്. ഇൻഡബിൾ ഹൗസിംഗ് ഫിനാൻസിലെല്ലാം കുറച്ച് നാൾ മുമ്പ് ട്രേഡിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. കുറച്ച് ഒരു വർഷത്തോളം മുമ്പാണ് ഞാൻ ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് അത്രയും വലിയ പ്രോഫിറ്റ്, ഒരു ദിവസം 25% വരെ ഇത് ഫുൾ ലിവറേജ് കിട്ടിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇതിന് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലെല്ലാം രാവിലെ
ഡിമാൻഡ് കൂടുതലുണ്ടായിരുന്നു, ഞാൻ ബൈ ചെയ്തു. പിന്നീട് ആ ന്യൂസ് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ നിന്ന് ഓപ്പോസിറ്റൊരു ന്യൂസ് വന്നപ്പോൾ ആ ഡിമാൻഡ് മങ്ങി, സ്റ്റോപ്പ് ലോസ് ഇടിച്ചിട്ടുമുണ്ട്. അപ്പോൾ രണ്ടുമുണ്ട്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇത് പ്രോഫിറ്റബിൾ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ പ്രോഫിറ്റബിൾ ആവാൻ നമ്മൾ ചെയ്യേണ്ടത് മണി മാനേജ്മെൻറ്റാണ് വളരെ നല്ലതാണ് ചെയ്യേണ്ടത്. മണി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതായി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് ഒന്നുകിൽ മാനുവലായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ ക്ലോസ് ചെയ്യാവുന്നതാണ്. സാധാരണ 3:15 നമ്മൾ മാനുവലായിട്ട് ഏതാണ് അപ്പോഴത്തെ പ്രൈസ് അതിനനുസരിച്ച് ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ റിയൽ ഇതിൽ അപ്ലൈ ആവൂ. ഇതൊരു വളരെ നല്ല മെത്തേഡാണ്, എനിക്ക് നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, സ്റ്റോപ്പ് ലോസ് ഒരുപാട് വലുതാണ് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഫോർ എക്സാമ്പിൾ 172 ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നത് 172 ഒരു 3-4% കൂടുതൽ സ്റ്റോപ്പ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസത്തെ പ്രോഫിറ്റിനെ നമ്മൾ ഈ ഒരു ഒറ്റ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇറേസ് ചെയ്ത് കളയും. അപ്പോൾ അത് വളരെ നല്ലതാണ്. അത്തരം കേസസിൽ നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന സ്റ്റോക്ക് തന്നെ ചെയ്യണം എന്നില്ല, ഏറ്റവും കൂടുതൽ വാല്യൂ അങ്ങനെ സ്റ്റോക്ക് തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ഇതൊരു ഒരു സ്റ്റഡി പോയിൻ്റായിട്ട് മാത്രം നമ്മൾ ഈ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസിനെ കണ്ടാൽ മതി. ഇതിങ്ങനെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് നമുക്ക് ഓരോ സ്റ്റോക്കായിട്ട് താഴേക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രേഡിങ് ആക്യുറസി അത് ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് അങ്ങനെ നമ്മൾ പ്രോബബിലിറ്റിയുടെ ഒരു പടിയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലെത്തും. അങ്ങനെയാണ് ഇൻട്രാഡേയിൽ നമ്മൾ വിജയിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് PC ജ്വല്ലറുണ്ട്, റിലയൻസ്, ഈ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ഇതുപോലെ എടുത്ത് അനലൈസിസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏറ്റവും സാധ്യത ഉണ്ട്, റിസ്ക് കുറവാണെന്ന് തോന്നിയ 1, 2, 3 സ്റ്റോക്കുകൾ നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും. റിസ്ക് ആണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ലോസ് വലുതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റിനുള്ള സാധ്യത വലുതായിരിക്കും. സ്റ്റോപ്പ് ലോസ് ചെറുതാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനുള്ള സാധ്യത ചിലപ്പോൾ വലുതായിരിക്കാം, ചിലപ്പോൾ ചെറുതായിരിക്കാം. അത് ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. മണി മാനേജ്മെൻറ്റും ആ റിസ്കിനനുസരിച്ചിട്ടാണ്. പിന്നെ ഉള്ളത് റിസ്ക് മണി മാനേജ്മെൻറ്റ് വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എത്ര നമ്മൾ മാർജിൻ ഉപയോഗിക്കുന്നു, ലിവറേജ് എത്ര ഉപയോഗിക്കുന്നു, കവർ ഓർഡറാണോ ചെയ്യുന്നത്, സാധാരണ നോർമൽ ഇൻട്രാഡേ ഓർഡറാണോ ചെയ്യുന്നത്, ബ്രാക്കറ്റ് ഓർഡറാണോ എന്നതിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസപ്പെടും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് അടുത്തടുത്ത വീഡിയോകളിൽ പറയുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ്, എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എങ്ങനെയൊക്കെ സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു ചെറിയ ഐഡിയ തന്നതാണ്. നമ്മൾ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിന് സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ സെല് ചെയ്യുമ്പോഴും ഇൻട്രാഡേയിൽ സെല് ചെയ്യുമ്പോഴും ഓപ്പൺ പ്രൈസിന് താഴെയാണ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വളരെ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് അതൊരു ട്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എമൗണ്ടിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് സൂചനയാണ്. സ്റ്റോക്ക് എങ്ങോട്ട് ആണ് അതിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ സൂചനയായിരിക്കാം അത്. അപ്പോൾ അത് നമ്മൾ ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ കുറേ കൂടി ആക്യുറസി ഉണ്ടാവും, നമുക്ക് വിജയിക്കാനും പറ്റും. തുടക്കത്തിൽ ഏത് ട്രേഡ് ഷെയർ നമുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വളരെ വലുതായിട്ടുണ്ടാകാറുണ്ട് എല്ലാവർക്കും, എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇതൊരു ട്രേഡിംഗ് മെത്തേഡാണ്. അല്ലെങ്കിൽ ഇതിൽ ശരിക്കും ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസിന് മുകളിലാണെങ്കിൽ ബൈ ചെയ്യുക, ഓപ്പൺ പ്രൈസിന് താഴെയാണെങ്കിൽ സെൽ ചെയ്യുക. അതിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോസ്റ്റ് ആക്റ്റീവ് സെക്യൂരിറ്റീസ് തന്നെ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ വേറെയും മെത്തേഡ്സ് ഉണ്ട്, ഞാനത് അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇവിടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും മെത്തേഡ്സും സ്ട്രാറ്റജീസും മണി മാനേജ്മെൻറ്റ് ടെക്നിക്സും എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ.